ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കുറച്ച് വിദ്യാർത്ഥികൾ. ബിടെക് സ്റ്റുഡൻസ് ആണ് ഇതിന് പിന്നിലുള്ളത്. അതായത് എന്തൊക്കെ ഇതിനെ നിരീക്ഷിക്കാൻ, ഇതിനെ ട്രാക്ക് ചെയ്യാൻ, EVM-നെ ട്രാക്ക് ചെയ്യാൻ കഴിയും, ആരുടെ പക്കലാണ്, ഏത് ബൂത്തിലാണ് എന്നൊക്കെ അറിയാൻ കഴിയും. അങ്ങനെ തിരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ കഴിയും ഈ സോഫ്റ്റ്വെയറിലൂടെ. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കണ്ടുവരാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തിരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിനായി പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ. തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിന്യാസത്തിനും അവയുടെ നീക്കം നിരീക്ഷിക്കാനും പ്രത്യേകമായൊരു ട്രാക്കർ സോഫ്റ്റ്വെയർ. തിരുവനന്തപുരം സ്വദേശി ആഷിനും തൃശൂർ സ്വദേശി ജസ്വിനും ചേർന്ന് തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ 6 മാസത്തെ പരിശോധനകൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാകത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ചെന്നൈ SRM സർവകലാശാലയിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. EVM ട്രാക്ക് യൂസ് ചെയ്ത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലുള്ള എല്ലാ മെഷീൻസും എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏത് വെയർ ഹൗസിലാ, ഏത് ബോക്സിലാ, അങ്ങനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. 2 വർഷം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നിട്ടത് കറക്റ്റായിട്ട് കുറച്ച് ടെക്നിക്കൽ കുഴപ്പം കാരണം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഈ ഇടയ്ക്ക് ഒരു 6 മാസം മുമ്പ് EVM ട്രെയിനറായ സൂര്യനാരായണൻ സാർ നമ്മളൊന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ചോദിച്ചായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിൽ വന്ന് പെട്ടത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം മുതൽ മെഷീൻ ആരുടെ കയ്യിലാണെന്നും ഏത് വെയർ ഹൗസിലെ ഏത് പെട്ടിയിൽ നിന്നുള്ളതാണെന്നും ഏത് ബൂത്തിലാണ് ഉപയോഗിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ സോഫ്റ്റ്വെയറിലൂടെ തത്സമയം ലഭിക്കും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM കൺസൾട്ടന്റ് L സൂര്യനാരായണന്റെ മേൽനോട്ടത്തിലാണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജമാക്കിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോയിട്ട് ബാലറ്റ് പേപ്പർ പോലും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ പിന്നെ ഇലക്ഷൻ്റെ A to Z ഇങ്ങനെ പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് അത് അവിടെ ഇലക്ഷൻ കമ്മീഷനിൽ മൊത്തം പ്രസൻറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇലക്ഷന് നമുക്ക് ഉപയോഗിക്കുമ്പോൾ പോളിംഗ് സ്റ്റേഷൻ, ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് മെഷീൻ ഡിപ്ലോയ് ചെയ്താൽ എത്ര മെഷീൻ പോളിംഗ് സ്റ്റേഷനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഏത് മെഷീൻ ഏത് പോളിംഗ് സ്റ്റേഷനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഏത് പോളിംഗ് ഡേയിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടായാൽ അതിന് പകരം റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ഏത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ ഒന്നിലധികം മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാൻ നിർവഹിച്ചു. ജീവിതത്തിൽ ഇന്നോളം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തങ്ങളുടെ കണ്ടെത്തൽ വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണുവാണ് കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേർന്നത്. ഇന്ദു, തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തിയപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ ഏറ്റവും സഹായകരമാകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നത്, അല്ലേ? EVM-നെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ഇവർക്ക് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ഇന്ദു, കൂടുതൽ പറയൂ കുട്ടികളെക്കുറിച്ചും അവരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും. എന്തും മിടുക്കരായ 2 കുട്ടികളാണല്ലേ, ആഷിനും ജസ്വിനും. അവർ ഒരു വലിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. ഇന്നേ വരെ അവർ ജീവിതത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെയുള്ള 2 കുട്ടികളാണ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ മുതൽക്കൂട്ടാവാൻ പാകത്തിന് ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആരുടെ പക്കലാണുള്ളത്, ഏതിലെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഏതിലാണെന്ന് കൃത്യം കണ്ടുപിടിക്കാൻ പാകത്തിലാണ് ഇവർ ഈ സോഫ്റ്റ്വെയർ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് നാളത്തെ ഇപ്പം ആഷിൻ തന്നെ പറഞ്ഞു, ഇതിനു മുൻപ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് എന്തുകൊണ്ടോ അത് സാധിക്കാതെ പോയി. പിന്നെ അത് ഇവർക്ക് മുന്നിലേക്ക് വന്നു. ആദ്യം ഒരു തമാശ പോലെ അല്ലെങ്കിൽ അത്ര സീരിയസ് അല്ലാത്ത രീതിയിലാണ് ഇവർക്ക് മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. പക്ഷേ പിന്നീട് അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ എടുക്കുകയും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. 6 മാസത്തോളം അതിൽ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തി ഇത് ഉപയോഗിക്കാൻ പാകത്തിനാണോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇത് എത്തിയോ എന്നൊക്കെ പരീക്ഷണം നടത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞിരുന്നു. കുട്ടികളെയൊക്കെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു. മിടുക്കരായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള 2 കുട്ടികളാണെന്ന് പറയാം. ആഷിൻ തിരുവനന്തപുരം സ്വദേശിയാണ്, ജസ്വിൻ ആണെങ്കിൽ തൃശ്ശൂർ സ്വദേശിയാണ്. ജസ്വിനെ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല, ആൾ അവിടെ ആയിപ്പോയതുകൊണ്ട്. പക്ഷേ ജസ്വിനും ഇന്ദു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അഭിനന്ദനം. സോഫ്റ്റ്വെയറിന്റെ ലോഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് അഭിനന്ദന പ്രവാഹമാണ്. നമ്മുടെ ഭാഗത്തു നിന്നും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒപ്പം ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ആശംസകൾ കൂടി നേരുകയാണ്. ശരി.